ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട് കുറ്റിച്ചലിനടുത്ത് കോട്ടൂരിൽ ഒരു ആന പുനരധിവാസ പരിപാലന കേന്ദ്രമുണ്ട്. അതിനടുത്താണ്. എൻ്റെ പിന്നിലൊരാൾ നിൽപ്പുണ്ട്, കണ്ടോ. ഇവിടെ ധാരാളം ആനകൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണിത്. പുനരധിവാസ പരിപാലന കേന്ദ്രമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് രാജ, ഏജ് 11. ഇതാ ഓക്കെ. അവൻ്റെ അടുത്തധികം പോകണ്ട. അവൻ തുമ്പിക്കൈ ചുഴറ്റി അടിക്കുന്നൊരു സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്. കൊള്ളാം. നമുക്ക് ഇത്ര അടുത്ത് നിന്ന് ആനയെ കാണുക എന്ന് പറഞ്ഞാൽ വളരെയധികം പാടുള്ളതാണ്. പക്ഷേ ഇവിടെ അത് സാധിക്കും. നല്ല ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഇതിന് നൽകുന്നത്. എന്തായാലും ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെ സന്തോഷം. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എലിഫൻറ്റ് ആംബുലൻസ്, പിന്നെ എലിഫൻറ്റ് ആംബുലൻസ് 2 വണ്ടി കിടപ്പുണ്ട്, കണ്ടോ. ഇതെല്ലാം ആനകളെ എത്തിക്കാനും, അതായത് ഇവിടെ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം ഒറ്റപ്പെട്ട് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ആനകൾ, അതാണ് ഈ കുഞ്ഞാനകൾ ഇവിടെ കൂടുതൽ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വലിയ കൂട്ടത്തിൽ നിന്ന് തെറ്റി ചിലപ്പോൾ ചെറു പ്രായത്തിലെ ഒറ്റപ്പെട്ടു പോകും. ഇത്തരം ആനകളെയാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പരിപാലിച്ച് മിടുക്കന്മാരാക്കുന്നത്. എന്താണ് ആന ഈ എന്തെങ്കിലും എടുത്ത് ശരി, നമ്മുടെ ദേഹത്തോട്ട്. ശരി, ആണല്ലേ. അതിന് തൊട്ട് മുമ്പ് ഒരു ഫോൺ പോയി സാർ. പോയി ഇങ്ങനെ ഫോണെടുത്ത് വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ട് ഇങ്ങനെ എറിഞ്ഞ് ഫോണ് തറയിൽ വീഴുന്നു. അത് ശരി. പൊട്ടിച്ചെന്നായിപ്പോയി. അപ്പോൾ സൂക്ഷിക്കുക. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പരിപാലിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഈ ആനയുടെ അടുത്ത് പോകാൻ. കാരണം ഇവൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണോ അവൻ ചിലപ്പോൾ എടുത്ത് ചുഴറ്റി എറിയും. 20 വയസ്സ് വരെ അവന് റാണ എന്നാണ് പേര്, കണ്ടോ. ബാക്കിയുള്ള ആനകൾ കാട്ടിനകത്താണെന്നാണ് പറഞ്ഞത്. തികച്ചും നല്ല കാടാണിത്. അപ്പോൾ അതിനകത്താണ് ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ചെയ്യുന്നത്. അതായത് ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കറക്റ്റ് വാസ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് ഇത് ഗവൺമെൻറ് ഓഫ് ഫോറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം പേരിവിടെ വന്ന് കാണാൻ വരുന്നുണ്ട്. ഒരാൾക്ക് 75 രൂപയാണ് നിരക്ക്. കുട്ടികൾക്ക് അതിൻ്റേതായ കുറവുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 10 വയസ്സായ കുട്ടികൾക്കും പിന്നെ പാർക്കിംഗ് ഫീസും ഉണ്ട്. ഇപ്പം ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ചോദിച്ച് അറിയാൻ കഴിഞ്ഞത്, ഈ ആന പരിപാലന കേന്ദ്രം ഉണ്ടല്ലോ, ഇവിടുത്തെ ആനകൾ ലൈഫ് ലോങ് ഇവിടെ തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ഒരു കുട്ടിയാനെ കൊണ്ടുവന്ന് അതിനെ ചട്ടം പഠിപ്പിച്ച് തടി പിടിക്കുക കൊണ്ടുപോയോ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ആനകളെ ഇവിടെ തന്നെ പരിപാലിച്ച് ലൈഫ് ലോങ് നോക്കുന്ന രീതിയാണ് ഇവിടെ ഇപ്പം അനുവർത്തിച്ച് പോകുന്നത്. ഏതാണ്ട് ഇവിടെ 13ഓളം ആനകളുണ്ട്. കൂടുതലും കുട്ടിയാനകളാണ്. പിന്നെ കാരണം കുട്ടിയാനകളാണ് ഈ വെള്ളപ്പൊക്കത്തിലും ഇതിലൊക്കെ വന്ന് പെട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. ശരി, 4ഉം 7ഉം 8ഉം അല്ലേ? ശരി. ഇതിനകത്ത് കെട്ടിയിട്ടൊന്നുമില്ല അവരെ? ഇവിടെ ഫ്രീ ആയിട്ട്. ശരി. ഇവിടെ വളരെ ചെറുതിലേ കൊണ്ടുവന്നതാണ് അവരെ? ഇവരെ ആരണ്യ 2 വയസ്സുള്ളപ്പോഴും കൊണ്ടുവന്നാണ്. അല്ല, മായയൊക്കെ ഒരു 6 മാസം പ്രായമുള്ളപ്പോഴേ കൊണ്ടുവന്നാണ്. 6 മാസം ഇല്ല, അതിന് മുമ്പ് കൊണ്ടുവന്നാണ്. പൂർണ്ണയും അങ്ങനെ തന്നെ. ഇത് കേരളത്തിൽ നിന്ന് 3 മാസം ഉള്ളപ്പോഴും കൊണ്ടുവന്നു. കേരളത്തിൽ എവിടെ നിന്നും കൊണ്ടുവന്നതാണോ അതോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാട് മാത്രമല്ല എല്ലായിടത്തു നിന്നും? ഇത് ഈ പൂർണ്ണ വയനാട് അവിടെ നിന്നുണ്ട്.
2 പേരുണ്ട്. രണ്ടിനും പേരെന്തുവാണ്? നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരാണോ? ഏത് സോമൻ? ഓക്കെ, 85 വയസ്സുകാരനാണ് കേട്ടോ ഈ സോമൻ. ഇവിടെ നിൽക്കാനല്ലേ? വയസ്സ് 35 കേട്ടോ. ഞങ്ങളെ നോക്കി അങ്ങനെ നിൽക്കുക ആള്. ഇവിടെ 2 പേരാണ്.